രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകികോകിലം ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, രാമായണ വിചാര പരമ്പരയിൽ നമ്മൾ പറഞ്ഞു വെച്ച ഭാഗം രാവണവധം കഴിഞ്ഞു. ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെ മരിക്കാനുള്ള ഭാഗ്യം രാവണന് കിട്ടി. എല്ലാവരും രാമനെ പുകഴ്ത്തി രാമൻ ജയിക്കട്ടെ ജയിക്കട്ടെ ഇപ്രകാരമൊക്കെ പറഞ്ഞു. ഇനി ആ രാവണൻ്റെ ഉടൽ സംസ്കരിക്കുകയാണ്. വിഭീഷണൻ എന്തൊക്കെ തന്നെയായാലും ഈ ജ്യേഷ്ഠൻ എന്നൊരു ബന്ധം ഉണ്ടാവും. ദുഷ്ടനാണ്. താൻ പറഞ്ഞത് ഏട്ടൻ കേട്ടില്ല, ഏട്ടൻ പറഞ്ഞത് താൻ കേട്ടില്ല, ഒക്കെ അവിടെ ഇരിക്കട്ടെ. ആ ഒരു ദുഃഖം ബാധിച്ചതായിട്ട് ദുഃഖം കലർന്ന് വിലാപം തുടങ്ങിനാൻ വിഭീഷണൻ. ഒക്കെ വിധിബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനന്നടിച്ചെന്നെയും വെടിഞ്ഞിടിന വീരാ മഹാശയനോചിതനായ നീ. എവിടെയൊക്കെ കയറി കിടക്കേണ്ട ആളാ. ഗംഭീര കട്ടില അലങ്കാരം അതപ്പോൾ ഭൂമിയിലാണ് കിടക്കണം. രാമബാണമേറ്റ് ഭൂമിയിൽ കിടക്കാറായി. എന്തുകൊണ്ട്? എല്ലാം അവനവൻ്റെ പ്രവൃത്തി തന്നെയാണ് അവൻ ഈ അവസ്ഥ. പാരിലീവണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിന് ആർക്കൊഴിക്കാവതും. അങ്ങനെയാണ് ഈശ്വര നിശ്ചയം എന്നുണ്ടെങ്കിൽ അതിപ്പോൾ ആർക്കാണ് ഒഴിക്കാനായിട്ട് സാധിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞപ്പോൾ അവസാനം എല്ലാവരും വിഭീഷണ കർത്തവ്യ വിമുഖത വരാൻ പാടില്ലല്ലോ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, കർത്തവ്യോന്മുഖത ഉണ്ടാക്കാനായി രാവണൻ തൻ ഉടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ച് നീ സത്വരം അത്ര വിഭീഷണൻ. വിഭീഷണൻ ഇപ്പോൾ ചെയ്യണം, കാരണം മക്കളില്ല. പനിയനായിട്ടുള്ള ആളെന്നെ വേണമല്ലോ അപ്പോൾ അത് ചെയ്യാൻ. രാവണൻ ഉടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ച് ഇനി വേണ്ടോടത്ത് കൊണ്ടുപോയി വേണ്ട വിധം അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വിധം വിധിപ്രകാരം വേണം. അപ്പം വിഭീഷണൻ പറഞ്ഞു, ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ, യോഗ്യമല്ലേത് മടിയന് ഇനി ഇവൻ ഉടൽ സംസ്കരിച്ചിടുവാൻ. ഞാൻ എന്തിനാപ്പോൾ ഇവനെയൊക്കെ സംസ്കരിക്കണം? അവൻ്റെ ഉടൽ കാണുമ്പോൾ തന്നെ എനിക്ക് മഹാസങ്കടമാണ്. ഈശ്വരഭക്തി ഇല്ലാണ്ടിരിക്കുക, സദ്ധർമ്മങ്ങൾ അനുഷ്ഠിക്കാണ്ടിരിക്കുക, അങ്ങനത്തെ ഉടൽ നികൃഷ്ടമാണ് എന്ന് പറയുകയാണ്. വേണ്ടൊരു കഥയിനപ്പോൾ ഒരു കുറുക്കൻ മറ്റൊരു കുറുക്കനെ ആ മനുഷ്യനെ കടിക്കാൻ പോവൊക്കെ മരിച്ചു കിടക്കണ മനുഷ്യനെ മരിച്ച ശരീരമാണ്. അപ്പം ഈ കുറുക്കൊരു കഥ പോലെയാണ് അത് ഉണ്ടായതോ എന്നുള്ളതല്ല. അപ്പോൾ പറഞ്ഞു, സുഹൃത്തെ, വേറൊരു കുറുക്കൻ ഈ കടിക്കണ കുറുക്കനോട് പറയണം. 2 കുറുക്കന്മാരുണ്ട്. അവൻ്റെ കാല് നീ കടിക്കരുത്, അത് ഒരു ക്ഷേത്രത്തിൽ പോലും പ്രദക്ഷിണം വെച്ചിട്ടില്ല. എന്നാൽ ശരി, കൈ കടിച്ചാൽ അയ്യോ അതൊട്ടും നന്നല്ല, കാരണം ഒരു പൂജ പോലും അവൻ ചെയ്തിട്ടില്ല. തലയിൽ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി, ശിരസ് ആദികളൊക്കെ ചെവി ഇതൊക്കെ ഉണ്ടല്ലോ, അതൊട്ടും പറ്റില്ല. ഒരാളെ പോലും അവൻ ജീവിച്ചിരിക്കുമ്പോൾ നമസ്കരിച്ചിട്ടില്ല. ഏതോ ഒരു സുഭാഷിതമായിട്ടാണ് പറയുക. ചുരുക്കം ഒരു ശരീരവും കുറുക്കന്മാർക്ക് പോലും വേണ്ടാത്തതാവും ഈശ്വര സേവ ഈ ശരീരം കൊണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്നൊരു പ്രമാണമുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് ഇവൻ്റെ ഉടൽ തൊടാൻ യോഗ്യമല്ല, തൊടാൻ എനിക്ക് അറപ്പാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം രാമൻ അവിടെ പറഞ്ഞു കൊടുത്തു, അങ്ങനെ ചിന്തിക്കരുത്. ബാണമേറ്റു രണാന്തേ മരിച്ചൊരു കർപ്പൂരാധീശ്വരൻ, ഇതറ്റിതു പാപങ്ങൾ. എൻ്റെ ബാണം ഏറ്റിട്ടല്ലേ ഭീഷണ ഏട്ടൻ മരിച്ചത്? അല്ല എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ബാണം ഏറ്റിട്ട് ആര് മരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ മുക്തിയാണ്, വേറൊന്നുമല്ല. മുക്തി എന്ന് പറഞ്ഞാൽ സർവ്വപാപത്തിൽ നിന്നുമുള്ള മുക്തിയാണ്. അല്ലാണ്ട് ഒരാൾക്ക് മുക്തി ഉണ്ടാവുമോ? പാപികൾക്ക് മുക്തി കിട്ടുമോ? അപ്പം എങ്ങനെയാണ് ഇവൻ ചെയ്ത പാപമൊക്കെ പോയത്? എൻ്റെ അസ്ത്രമേറ്റിട്ട് എന്നെ കണ്ട് മരിച്ചതുകൊണ്ട് അതിലെല്ലാ പാപവും പോവും. പല ദിക്കിലും പറയണം മരണസമയത്ത് ചിന്ത നന്നായി അതുവരെ ഉള്ളതൊക്കെ പോയി എന്നാണ്. തിരിച്ചായാലും അങ്ങനെ തന്നെ അതുവരെ ഉപാസിച്ചിട്ട് നമ്മൾ മരിക്കുന്ന സമയത്ത് മനസ്സിൽ ദുർവിചാരം വന്നാൽ അത് ബലമൊക്കെ പോയി ഇത്രേ.
ശാസ്ത്രത്തിൽ പറയേണ്ട, ഗീത അങ്ങനെ പറയേണ്ട, അവസാനം എന്ത് ചിന്തയുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് അടുത്ത ജന്മം. ഞാൻ അത്രയൊക്കെ നാമം ചോദിച്ചു, ഈശ്വരോപാസന ചെയ്തു, മരിക്കുന്ന സമയത്തൊരു കുരുത്തം കെട്ട വിചാരം മനസ്സിൽ വന്നെങ്കിൽ പോയി കാര്യം എന്നാണ് പറയണം. ഈ ചെയ്തതൊക്കെ പോവുക അങ്ങനെയാണ്, എന്താ ഇപ്പോൾ ചെയ്യുക, അങ്ങനെയാണ്. ഈ ചെയ്തതൊന്നും പിന്നെ അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കപ്പെടില്ല, അക്കൗണ്ട് ചെയ്യപ്പെടപ്പെടില്ല എന്നാണ് പറയണത്. അങ്ങനെയാണ് പറയണത്. അപ്പോൾ ആ ഒരു സമയം എൻ്റെ അസ്ത്രമേറ്റ് മരിച്ചത് കൊണ്ട് പിന്നെയോ മരണവും ആമരണാന്തം എന്നാകുന്നിതേ ഏറിയ സദ്ഗതിയുണ്ടാവതിന്നു നീ ശേഷക്രിയകൾ വഴിയെ കഴിക്ക്. മരണം വരെ മാത്രമേ ഒരാളോട് വൈരാഗ്യം പാടൂ. അല്ലെങ്കിൽ ഇപ്പം എന്തായാലും അർത്ഥമുള്ളത്, മരിച്ചു പോയിട്ടുള്ള ഒരാളോട് ശത്രുത വയ്ക്കാൻ പാടുമോ? വെച്ചിട്ടിപ്പോൾ എന്താ കാര്യം? പാടില്ല. ഇപ്പം നിയമം കൂടി ഉണ്ട് എന്നാണ് പറയണത്. ഇവിടെ മരിച്ച ആളോട് എന്തോ മരിച്ച ആളെ കുറിച്ചിട്ട് ഒരു ആരോപണം ഉന്നയിച്ചു എന്നാൾ പേപ്പറിൽ കണ്ടു. മരിച്ച ആളെ കുറിച്ചിട്ട് ആരോപണം ഉന്നയിച്ചു ഒരാൾ, എന്തോ ഒരു കഥ ഓർമ്മയില്ല. അത് എന്നിട്ട് അയാളെ ശിക്ഷിച്ചു, ജയിലിലടയ്ക്കാൻ പറഞ്ഞു. കേസൊക്കെ വന്നപ്പോൾ വിധി വന്നു. അപ്പോൾ അയാൾ ഇതേ ചെയ്തിട്ടുള്ളൂ, മരിച്ച ആളെ കുറിച്ച് പറഞ്ഞു. അപ്പം അന്നത്തെ നിയമം അടക്കം പറയുന്നുണ്ട്, എന്ത് മരിച്ച ആളെക്കുറിച്ച് ആരോപണമോ കേസോ ഒന്നും മരിച്ചാലില്ല, കഴിഞ്ഞൂടെ കഴിയണം. എന്തായാലും ശേഷക്രിയകൾ വഴിയെ കഴിക്കുക, ഒരു ദോഷം നിനക്കതിനേതും അകപ്പെടാം. അവിടെ നിനക്കൊരു ദോഷവും വരില്ല. ചന്ദനഗന്ധാദി കൊണ്ടു ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി. അവിടെ ഒരു പ്രത്യേകത കാണാം, ഒരു ചിതയും ആനന്ദേന കൂട്ടാറൊന്നുമില്ല ആരും. ഇപ്പം എത്ര വയസ്സായിട്ട് മരിച്ചാലും ആനന്ദേനയൊന്നും അല്ല ചിത കൂട്ടുക. ഒരു തരം ശോകമൂകത എല്ലാവരുടെ മുഖത്തും ഉണ്ടാവും, വല്ലായ്മ. കാരണം എന്താ അറിയോ? എന്താ കാരണം? നാളെ നമുക്കും ഇപ്പം ഇതൊക്കെ വേണ്ടതല്ലേ, സ്വാർത്ഥമാണ് ഉള്ളിൽ. എന്നാലും ഒരു തമാശ പറഞ്ഞ് ചിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു മരണസമയത്ത് ആർക്കും തോന്നില്ല. ആ കിടപ്പ് അതൊരു രംഗം, അങ്ങനത്തെ ഒരു രംഗമാണത്. എല്ലാം എഴുതിരുന്ന ഒരാളൊന്നും അല്ലാണ്ട് കിടക്കുക, കഷ്ടത്രയില്ലേ ഉള്ളൂ. മനുഷ്യൻ്റെ അവസ്ഥ എന്ന തോന്നൽ ഉണ്ടാവുന്നതാണ്. മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ വില പിടിയാതൊരു തലയോടായി. ഇതൊക്കെ ചിന്തോദ്ദീപകങ്ങളായിട്ടുള്ള പാട്ടുകളാണ്. ആ ഒരു ഭാവം മരിക്കുന്ന ഒരാളുടെ അടുത്ത് നിൽക്കുന്നവർക്കും ചുറ്റുമുള്ളവർക്കും ഉണ്ടാവും. അതുകൊണ്ട് എന്തുണ്ടാവില്ല? ആനന്ദേന ചിത ആരും കൂട്ടില്ല. പക്ഷെ അത് രാമായണ യുദ്ധം മനോഹരം എന്ന് പറഞ്ഞാൽ ആനന്ദേന എന്ന് പറഞ്ഞാൽ ദുഷ്ടപ്രവൃത്തി ചെയ്തിട്ടുള്ളതായ രാവണൻ്റെ കഥ കഴിഞ്ഞല്ലോ എന്നാണ് ആനന്ദത്തിൻ്റെ അടിസ്ഥാനം. വേറൊന്നുമില്ല. മുക്തി കിട്ടിയെന്ന് വിചാരിക്കണവർക്ക് അങ്ങനെ വിചാരിക്കാം. നല്ല വലിക്കാണല്ലോ ഏതായാലും പോയിരിക്കണം, അവസമാധാനിക്കാനാണ് വഴി എന്നും ആവാം. ഒരു ദുഷ്ടൻ്റെ കാലം കഴിഞ്ഞല്ലോ, ഇനി ഇവൻ ദുഷ്കൃതങ്ങളെ കൊണ്ട് ജനങ്ങളെ ഉപദ്രവിക്കില്ലല്ലോ എന്നുകൊണ്ട് ആനന്ദേന ചിത കൂട്ടി. മരണം വരെ ആനന്ദാനുഭവം ആവണ ദുഷ്ടന്മാർ മരിക്കുമ്പോഴാണ്. നന്നായിയുള്ളൂ മഹാഭാവി ചത്തുപോയത്. അപ്പം അങ്ങനെ നമ്മൾ പറയിപ്പിക്കരുത്, അതാണ് പഠിക്കേണ്ടത്. ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. നന്നായി മഹാഭാവി ചത്തുപോയല്ലോ, ഇനി ഇത്രയും ദ്രോഹ ചെയ്തിരിക്കണ എന്ന് ഒരാളെ കൊണ്ട് പറയും. ചത്ത കരയാൻ ആൾ വേണ്ടിയിടോ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, ചത്ത കരയാൻ ആളുണ്ടോ? അയാൾ ചത്താൽ എന്താ അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് കാര്യം? രണ്ടാളെങ്കിലും വിതുമ്പി കരയാൻ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥാണെന്നാണ്. ഈ ജീവിതം കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. മറ്റേത് ആത്മീയം വേറെ. ആരെങ്കിലും നമ്മൾ മരിച്ചാൽ കരയാൻ വേണം എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? കരയാൻ വേണമെന്ന് പറഞ്ഞാൽ കരയാനല്ല, നമ്മളെ സ്നേഹിച്ചിരുന്നവർ വേണം, നമ്മൾ സ്നേഹിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതേതായാലും ഇവിടെ ആനന്ദേന ചിത കൂട്ടി എന്ന് പറഞ്ഞിരിക്കുന്നു. ആനന്ദേന ചിത കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രമാല്യങ്ങൾ കൊണ്ടെന്തതാ നക്തഞ്ചരാധിപദേഹം അലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നിഹോത്രികളെ സംരക്ഷിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു. അഗ്നിഹോത്രികൾ എല്ലാ വിധിപ്രകാരവും ഒരു ഗൃഹസ്ഥനെ അഗ്നിഹോത്രം ചെയ്യണം. ആ അഗ്നിഹോത്രികളെ സർവ്വചിട്ടയും ഒന്ന് വിടാതെ ദഹിപ്പിക്കണം. അങ്ങനെയുള്ളവരെ ചെയ്യും എന്നാണ്. അതുപോലെ സ്ഥാനം കിട്ടി രാവണന്. മരിച്ചാലും ഒരു കാരണം അസ്ത്രം രാമൻ്റെയാണ് എന്നതാണ്. രാമനെ കണ്ടു മരിക്കുക,
അത് വിദ്വേഷഭക്തിയാണ്. വിദ്വേഷഭക്തിയാ പ്രാപിച്ചിടുകെന്നേ വരൂ, ഭക്തിയാൽ എന്നിൽ പ്രസാദിക്കില്ല, ഭക്തി കൊണ്ട് അഖിലേശൻ പ്രസാദിക്കില്ലെന്നിൽ. അവനറിയാതെ ഇവരല്ലാത്ത ആളല്ല. അപ്പം അതുകൊണ്ടൊക്കെ ഇവിടെ എല്ലാവരും സ്ത്രീകൾ കുറേ ദുഃഖിച്ചു, മാറത്തടിച്ചു. അതൊക്കെ ഈ മരണത്തിൻ്റെ ഒരു ചടങ്ങ്. അവണ്ട് മരിച്ചാൽ കരയണം എന്നാ. അത് കരഞ്ഞു. ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ, മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൻ. തേരൊക്കെ കൊടുത്തയച്ചത ആളാണ് മാതലി, തേരാളി. ഇന്ദ്രൻ്റെ തേരാളിയാണ് മാതലി. ആവശ്യം കഴിഞ്ഞപ്പോൾ മാതലി തേരും കൊണ്ട് ഇന്ദ്രലോകത്തേക്ക് തന്നെ പോവുകയും ചെയ്തു. നിജ നിജ മന്ദിരം ബുക്കുജന്യാവലോകനം ചെയ്തു നിന്നാറുകളും. ഇനിയിപ്പോൾ എന്തൊക്കെയാ വേണ്ട അനന്തരം നടപടികൾ? രാവണൻ്റെ സംസ്കാരം കഴിഞ്ഞു, മരണം കഴിഞ്ഞു, വധം കഴിഞ്ഞു, സംസ്കാരവും കഴിഞ്ഞു. ജന്യാവലോകനം ശേഷം കാര്യങ്ങൾ ചിന്തിക്കുക. ഇപ്പം ലക്ഷ്മണനോട് പറഞ്ഞു, രക്ഷോവരണാം വിഭീഷണായി മയാ ദത്തമായ ഒരു ലങ്കരാജ്യം ഉൾപ്പൊക്കു ചിത്തമോദാൽ അഭിഷേകം കഴിക്കുക നീ. പണ്ട് പ്രതീകാത്മകമായിട്ടൊരു അഭിഷേകം ചെയ്തിട്ടുണ്ട്. അത് ശരിക്കുള്ള അഭിഷേകമൊന്നുമല്ല. നീയാണ് ഇനി ലങ്കയിലത്തെ രാജാവ് എന്ന് ഉറപ്പിച്ച ഇവരുടെ ഒരു അഭിഷേകം, അത്രയേ ഉള്ളൂ. അതെല്ലാവരും അറിഞ്ഞിട്ടുമില്ല, ശരിക്കുള്ള അഭിഷേകമായിട്ടുമില്ല. പ്രതീകാത്മകം എന്ന് പറയും, അത്രയേ ഉള്ളൂ. പ്രതീകാത്മകമാണ്. നല്ല സംഭവങ്ങളും ഉണ്ട്, ചീത്ത സംഭവങ്ങളും ഉണ്ട്. പ്രതീകാത്മകം. ചീത്ത സംഭവങ്ങളിലത്തെ ഒന്നെന്താ? കോലം കത്തിക്കുക എന്ന് പറയും നമ്മളല്ലേ. ഒരാൾ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. മുഖ്യമന്ത്രിയെ കത്തിക്കുകയാണോ? അത് അല്ല. പ്രതീകാത്മകമായിട്ടാണ് എന്ത് ചെയ്തത്? മുഖ്യമന്ത്രിയെ കത്തിച്ചിട്ടില്ല. കത്തിച്ചോ? കോലമാണ് കത്തിച്ചത്. അതേപോലെ പ്രതീകാത്മക ചില കാര്യങ്ങൾ ഇവിടെ പ്രതീകാത്മകമായിട്ടൊരു അഭിഷേകമാണ് ഇവരുടെ തൃപ്തിക്ക് ചെയ്തു എന്നേ ഉള്ളൂ. അത് അഭിഷേകം ആവില്ല. അത് വേണ്ട വിധത്തിൽ ചെയ്യാൻ ലക്ഷ്മണനോട് ആജ്ഞാപിക്കുകയാണ്, ആജ്ഞ കൊടുക്കുകയാണ് രാമൻ. അത് വേണം, ശരിക്കും തന്നെ ചെയ്യണം. അപ്പം നമ്മൾ വെറുതെ പ്രതീകാത്മകമായിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. എന്നതു കേട്ട് കപിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി അർണവതോയാതെ തീർത്ഥജലങ്ങളാൽ സ്വർണ്ണ കലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു. സ്വർണ്ണത്തിൻ്റെ കുടത്തിലാണ് സമുദ്രത്തിൽ നിന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ഇവിടെ പറഞ്ഞ ഭൂമിയും ചന്ദ്രദിവാകരാദികളും രാമകഥയും ഉള്ള നാൾ വിഭീഷണ അങ്ങ് ലങ്കാ രാജാവട്ടെ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോഴും വിഭീഷണൻ രാജാവ് ആവണ്ടേ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുക? രാവണനെ പോലെ ദുഷ്ടന്മാരല്ല ഇപ്പോൾ ഭരിക്കണവരെന്ന് വയ്ക്കാം നമുക്ക്. അതായത് രാവണനെ പോലെ ആവാൻ പറ്റില്ലല്ലോ ഇന്നത്തെ കാലത്ത്. മറ്റു സ്ത്രീകളെയൊക്കെ പിടിച്ചുകൊണ്ടുവരിക, ഒരാളുടെ പത്നിയെ കട്ടുകൊണ്ടുപോവുക ചെയ്യണുണ്ടോ? അതെന്തായാലും ഒരു ഭരണാധികാരിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രത്തോളം മോശക്കാരോ അല്ലെങ്കിൽ ദുഷ്ടന്മാരോ അല്ലാത്തവരാണ് വിഭീഷണൻ എന്നേ എടുക്കാൻ പറ്റൂ. അല്ലാണ്ട് വിഭീഷണനല്ലല്ലോ ഇപ്പോൾ ഭരിക്കണം. രാമകഥയും ഉള്ള നാൾ നീ രാജാവത അനുഗ്രഹം അങ്ങനെ കൊടുത്തു, അത്രയുള്ളൂ. ചിരഞ്ജീവി ഭവ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിനക്ക് ഒരിക്കലും മരണമില്ലാതിരിക്കട്ടെ. അനുഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലും ചിരഞ്ജീവിയായിട്ട് മരിക്കുമോ? ചിരഞ്ജീവിയായിട്ട് ജീവിക്കുമോ? എന്ന പോലെ എന്നും നീ നീണാൾ വാഴ, കുറേ ദീർഘായുസോടു കൂടി വാഴട്ടെ. ഒരു ദിവസം ഇല്ല, അവസാനിക്കില്ല എന്നതിൻ്റെ അർത്ഥമൊന്നുമില്ല. ചിരങ്കാലം വാഴു കുട്ടി നീ എന്ന് നമ്മളൊരു ബഹുവാക്ക് പറയുക എന്നൊക്കെ പറയുമല്ലോ. എന്ന പോലുള്ളൊരു അനുഗ്രഹം. ഇപ്പോൾ കൃതകൃത്യനായേനകം എന്ന് ചിൽപുരുഷൻ പ്രസാദിച്ചരുളിയിടിനാൻ. രാമനിപ്പോഴാണ് സന്തോഷമായത്. അങ്ങനെ തന്നെയാണ് ലങ്കയിൽ സിംഹാസനത്തിൽ ഇങ്ങനത്തെ ആൾക്കാരാണ് വേണ്ടത്. സാത്വിക ചിന്ത ഉള്ള ആളാണ് വിഭീഷണൻ. അതുകൊണ്ടാണ് രാമൻ്റെ അടുത്തേക്ക് വന്നത്. രാജസ ചിന്താഗതിക്കാരാണ് രാവണൻ, വേറൊരാളുടെ തൻ്റെ അക്കൽ. താമസ ചിന്താഗതിക്കാരാണ് കുംഭകർണൻ, ഉറക്കം, അജ്ഞാനം, പ്രവൃത്തിയില്ലായ്മ, അജ്ഞാനം, ഉറക്കം, ആലസ്യം. അതിൻ്റെ പ്രതീകമാണ്. 3 ഗുണങ്ങളുടെ പ്രതീകമാണ് 3 സഹോദരന്മാർ, രാവണനും കുംഭകർണനും വിഭീഷണൻ. ഭീഷണൻ സത്വഗുണപ്രധാനിയാണ്. അവസാന ക്ഷേമം സത്വഗുണികൾക്കാണ് ഉണ്ടാവുക. വളരെ കാലം നീണ്ടു നിൽക്കുന്ന ക്ഷേമം. ഇതൊക്കെ ക്ഷണികയാണ്. രാവണൻ്റെ എല്ലാം കഴിഞ്ഞല്ലോ. കുംഭകർണന് ഈ ലോകവും ഇല്ല, അടുത്ത ലോകവും ഇല്ല. നൈഹ ന പ്രേത്യ ഇഹ. ഗീതയിൽ പറഞ്ഞുകൊണ്ട് മരിച്ചവർക്കോ ഇവിടെയോ പരലോകത്തോ അർജുന താമസക്കാർക്ക് ഗുണമില്ല. അതാ ഉറങ്ങുക, അലസത, സഞ്ചം കിട്ടിയ അവർക്ക് ഒരൊറ്റ ഉറങ്ങുക. ആൾക്കാർ അങ്ങനെയുണ്ട്, കണ്ടിട്ടില്ലേ?
ഉറങ്ങുക, എത്ര ഉറങ്ങിയാലും മതിയാവും. സമയം കിട്ടിയ അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട്. രോഗം കൊണ്ടാവാം, ശരീരസ്ഥിതി ഉണ്ടാവാം, തമോ ഗുണം കൊണ്ടാവാം. അങ്ങനെ ഉറങ്ങുന്നവർക്ക് ഈ ലോകമുണ്ടോ? ഇല്ല. അടുത്ത ലോകമുണ്ടോ? ഇല്ല. ഒന്നുമില്ല. ശ്രേയോ മാർഗമല്ല. അതുകൊണ്ട് വിഭീഷണൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കിടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ഈ സത്വഗുണപ്രധാനിയായിട്ടുള്ള വിഭീഷണന് എന്നും ശ്രേയസ് ഉണ്ടാവട്ടെ. അവരാണ് രാജ്യം ഭരിക്കേണ്ടത്. രാജ്യം ഭരിക്കുന്നവർക്ക് സത്വഗുണം ഉണ്ടാവണം. അതുകൊണ്ട് നമ്മളിവിടെ സന്തുഷ്ടനായി എന്ന് പറയുന്നത് രാമൻ. സത്വഗുണപ്രധാനായിട്ടുള്ള ആൾ സിംഹാസനത്തിൽ ഇരിക്കട്ടെ. ഇനി അടുത്ത രംഗം എന്താണ്? സീതയെ അഗ്നിപ്രവേശം ചെയ്യിക്കണം. സത്യത്തിൽ സീത ശുദ്ധയാണ് എന്ന് രാമന് അറിയാം. പിന്നെ ആരാ സാക്ഷി? ഹനുമാൻ. രാവണൻ പ്രലോഭിപ്പിച്ചിട്ട് പുല്ല് പോലെ ഇളിപ്പിയാക്കി പറഞ്ഞത് ഹനുമാൻ കണ്ടിട്ടുണ്ട്. ഹനുമാൻ്റെ സാക്ഷിത്വം കള്ളസാക്ഷിത്വം അല്ല എന്ന് ലോകത്തിനൊക്കെ അറിയാം. അത് പറയാൻ നിൽക്കില്ല അദ്ദേഹം നിൽക്കുമോ? അപ്പോൾ ഹനുമാൻ സാക്ഷിയുണ്ട്. ഇനിയിപ്പോൾ എന്തിനാ അഗ്നിപ്രവേശം? അങ്ങനെയില്ല. ഒരു സംശയം ഒരാൾക്ക് ഉണ്ടാവാൻ പാടില്ല നാളെ. അതുകൊണ്ട് ദേവന്മാരുടെയും മറ്റും സമക്ഷം നോക്കി നിൽക്കി. ആകാശത്തിൽ ദേവന്മാരൊക്കെ ഉണ്ടെന്നാണ്. ത്രിമൂർത്തികളെ, ദേവന്മാരെ, ശിവൻ, ബ്രഹ്മാവ് എല്ലാവരും കണ്ടു നിൽക്കെ അഗ്നി ജ്വലിപ്പിച്ചു. മുഗ്ധാംഗിയായിട്ടുള്ള സീതയെ കുളിപ്പിച്ചു, ചമയിച്ചു, തണ്ടിലെടുപ്പിച്ചു, പല്ലക്കിലെടുത്ത് ശബ്ദഘോഷത്തോടു കൂടിയിട്ട് കൊണ്ടുവന്നു. ഏനകി ഒരു നോക്ക് കാണാൻ വാനരന്മാർ ധൃതി കൂട്ടി, തിരക്ക് കൂട്ടി. ചിലർ വടി കൊണ്ട്, യാഷ്ടികന്മാർ എന്ന് പറഞ്ഞാൽ വടി കയ്യിൽ പിടിച്ചവർ, യാഷ്ടികന്മാർ അണഞ്ഞ് ആട്ടി അകറ്റിനാർ. ആട് നിൽക്കും, ഇങ്ങോട്ട് നിൽക്കൂ എന്നൊക്കെ. അപ്പം ഭഗവാൻ പറഞ്ഞു. ആര് പറഞ്ഞു വാനരന്മാരെ ഉപദ്രവിപ്പാൻ? കോലാഹലം കേട്ടു രാഘവൻ കാരുണ്യശാലി വിഭീഷണൻ തന്നോടരുൾ ചെയ്തു, വാനരന്മാരെ ഉപദ്രവിപ്പാനുണ്ടോ ഞാൻ അരുൾ ചെയ്തിതു നിന്നോട്? ഇതെന്തടോ? എൻ്റെ ആജ്ഞയില്ലാണ്ട് അവരെ ഉപദ്രവിക്കാൻ ആരെ പറഞ്ഞ്? ജാനകീദേവിയെ കണ്ടാൽ അതിനെന്തൊരു ഹാനി? എന്തുള്ളത് പറഞ്ഞിടു നീ. സ്വന്തം മാതാവിനെ കാണുന്ന പോലെയാണ് അവർ മൈഥിലിയെ കാണുള്ളൂ. മാതാവിനെ ചെന്നു കാണുന്ന പോലെ മൈഥിലിയെ ചെന്നു കണ്ടാലും നേവലും ദിസ് ഈസ് മൈ ഓർഡർ. ആർക്ക് വേണമെങ്കിലും മൈഥിലിയെ കാണാമല്ലോ. ഞാനാണ് പറയുന്നത്, ആരെയും ഉപദ്രവിക്കരുത്, ആരെയും ചീത്ത പറയരുത്. കരുണാമയനായിട്ടുള്ള രാമൻ എന്നെ പൂജിച്ചാൽ കബീന്ദ്രന്മാരെ പൂജിച്ചതിന് തുല്യമാണ്. കബീന്ദ്രന്മാരെ പൂജിച്ചാൽ എന്നെ പൂജിച്ചതിന് തുല്യമാണ്. പൂജിതേഷു കബീന്ദ്രേഷു. കബീന്ദ്രന്മാരെ പൂജിച്ചാൽ മതി, അതുതന്നെയാണ് എൻ്റെ പൂജ. ഭഗവാന്റെ വിശ്വദർശനം ഇവിടെ കാണാം. നമ്മളങ്ങനെയാണ്. കുങ്കുമാങ്കിതഗാത്രായ കുന്ദേന്ദുധവളായ ജ വിഷ്ണുവാഹ നമസ്തുഭ്യൻ ക്ഷേമം ഗുരുസുധാമ എന്നിട്ട് എന്തിനാ ഗരുഡനെ നമസ്കരിക്കണം? പക്ഷികളിലും ഈശ്വരനാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ടാണ് അതിന് പറക്കാൻ കഴിയുന്നത്. നമുക്ക് പറ്റുന്നുണ്ടോ? അപ്പം നമുക്കില്ലാത്ത കഴിവ് അതിന് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? ഈശ്വര സാന്നിധ്യം ആ പക്ഷിയിലുള്ളതുകൊണ്ട്. സംശയമൊന്നും വേണ്ട. എന്തിനാ തുളസിയെ നമസ്കരിക്കുന്ന? ചെടിയിലും ഈശ്വരനെ കാണൂ. നമ്മുടെ യൂണിവേഴ്സലായിട്ടുള്ള എല്ലാ പ്രപഞ്ചവും നിറഞ്ഞിട്ടുള്ള ഈശ്വര കാരുണ്യമാണ്. അരയാലിനെ നമസ്കരിക്കണു നമ്മൾ, ഇല്ലേ? മൂലതോ ബ്രഹ്മരൂപായ മുദ്രതോ വിഷ്ണുരൂപിണെ അഗ്രത ശിവരൂപായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുണ്ട് അത്രേ. അതിൽ ഒരു മരം പോലും വെറുതെ വെട്ടിക്കളയരുത്. നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്. ഇവിടെ വാനരന്മാരിലും ഈശ്വരനെ കാണണം. അവരാണ് സീതാദേവിയെ കാണാനും ചിറകെട്ടാനും സഹായിച്ചത്. അതുകൊണ്ട് അവരെ പൂജിച്ചാൽ, സംസ്കൃതത്തിൽ പറയണ പൂജിതേഷു കബീന്ദ്രേഷു പൂജിതേഷു മയാ, അവരെ പൂജിച്ചാൽ എന്നെ പൂജിച്ചതിന് തുല്യമാണ്. ഏതായാലും കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജ്വലിപ്പിക്കതണ്ടമില്ലേതും എനിക്കതിൽ ചാടുവാൻ സീത പറയണം. വിശ്വാസം ഒരു ഭർത്താവ് ഇനും മറ്റു വിശ്വാസത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ, എൻ്റെ ഭർത്താവിനും ബാക്കിയുള്ളവർക്കൊക്കെ വിശ്വാസം ഉണ്ടാക്കാൻ സത്യത്തെ ബോധിപ്പിക്കുക. ഭർത്താവിനെ ഒഴിഞ്ഞ് ഞാൻ വേറെ ആരെങ്കിലും പ്രാപിച്ചിട്ടെങ്കിൽ അഗ്നിദേവൻ അത് തെളിയിക്കട്ടെ. ഭർത്താവിനെ ഒഴിഞ്ഞ് അന്യനെ ഞാൻ മമ ചിത്തെ നിരൂപിച്ചതെങ്കിൽ അതിനു നീ സാക്ഷിയല്ലോ. സകലത്തിനുമാകയാ സാക്ഷാൽ പരമാർത്ഥമിന്നറിയിക്ക നീ. ഇതൊക്കെ ഉറപ്പുണ്ട്. അങ്ങനൊരു സംഗതി പാതിപത്യം തിരിച്ചിട്ടില്ല. അതൊന്ന് തെളിയിക്കണം അഗ്നിദേവാന്ന് അപേക്ഷിക്കുകയാണ്. നമ്മളൊക്കെ അഗ്നിയെ സാക്ഷിയാക്കിയിട്ടാണ് ചെയ്യുക. ഒരു കുട്ടി ജനിച്ചാൽ പേരിടുന്നത് അതിന് അഗ്നി വേണം. വിളക്കൊളുത്തും. വിളക്കൊളുത്താണ്ട് ആരെങ്കിലും പേരിടുന്നുണ്ടോ? മരണകർമ്മം ചെയ്യുമ്പോഴും അഗ്നി കൊളുത്തും. നിലവിളക്കുണ്ട്. വിവാഹത്തിനോ അതിനുണ്ട് നിലവിളക്ക്.
ഏത് കർമ്മത്തിനും ജനിച്ച മുതൽ മരണം വരെ നമുക്ക് അഗ്നിസാക്ഷി ആയിട്ടാണ് നമ്മൾ ചെയ്യുക. അഗ്നിസാക്ഷിയായിട്ടുള്ള വിവാഹം, അവളെ ഞാൻ സ്വീകരിച്ചത് അഗ്നിസാക്ഷിയാണ്. അഗ്നിയുടെ സാക്ഷിത്വം വലിയൊരു സാക്ഷിത്വമാണെന്നാണ്. അതിനെ നമുക്ക് പിന്നെ തെറ്റിക്കാനോ ധിക്കരിക്കാനോ വാക്കുമാറാനോ പറ്റില്ല. അഗ്നി ഈശ്വരനാണ്. അതുകൊണ്ട് അഗ്നി നീ അറിയിക്കണം, എല്ലാറ്റിനും സാക്ഷിയല്ലോ സകലത്തിനും ആകയാൽ സാക്ഷാൽ പരമാർത്ഥമറിയിക്ക നീ എന്നു പറഞ്ഞുടൻ 3 വലം വെച്ചു വന്നിയിൽ ചാടിനാൾ കിഞ്ചിൽ ഭയം വിനാ, ഒട്ടും പേടി കൂടാതെ. ദുശ്ചവനാദികൾ വിസ്മയപ്പെട്ടു, ദേവേന്ദ്രനൊക്കെ അത്ഭുതപ്പെട്ടു. നിശ്ചലമായതു ലോകവും അന്നേരം ലോകം നിശ്ചലായി എന്നാണ്, കാറ്റുപോലും വീശാതെ. അങ്ങനെ ഇന്ദ്രൻ, കാലൻ, വരുണൻ, വായു, ദേവന്മാർ, കുബേരൻ, ശിവൻ എല്ലാവരും ഭഗവാനെ തുതിച്ചു. ഈ സമയത്ത് ചുറ്റും നിറഞ്ഞ് രാമൻ തിരുവടി നിന്നരുളും പ്രദേശത്തിങ്കലന്തേരം വന്ദിച്ചിതെല്ലാവരെയും നരേന്ദ്രനും. മനുഷ്യനുള്ള ഭാവമാണ്. എനിക്ക് ഇവരൊക്കെ ഇങ്ങോട്ട് വന്ദിക്കേണ്ട ആളാണ് ഭഗവാൻ, പക്ഷെ ഇപ്പോൾ ഒക്കെ അങ്ങോട്ട് വന്ദിച്ചു എല്ലാവരെയും. അപ്പം മനുഷ്യനാവതാരല്ലേ, എല്ലാ ദേവന്മാരെയും വന്ദിച്ചു. സർവലോകത്തിനും കർത്താഭവാനല്ലോ, സർവത്തിനും സാക്ഷിയാകുന്നതും ഭവാൻ, അജ്ഞാന വിഗ്രഹനാകുന്നതും ഭവാൻ, അജ്ഞാനനാശകനാകുന്നതും ഭവാൻ. ജീവികളിലും സൃഷ്ടികളൊക്കെ അജ്ഞാനം ഉണ്ടാക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പം അതുണ്ടാവും, ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ജ്ഞാനികളായി ലോകം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അങ്ങ് തന്നെ ഈ അജ്ഞാനികളെ സൃഷ്ടിക്കണു, ജ്ഞാനികളെയും സൃഷ്ടിക്കണു. അപ്പം ചില ആൾക്കാരന്ന് കരകരുത് പക്ഷഭേദമല്ലേ, പക്ഷഭേദമാണോ അല്ലയോ എന്ന് വേറെ വിഷയം. അങ്ങനെ ലോകം ഉണ്ടാവുള്ളൂ. നല്ലതും ചീത്തയും കലർന്നിട്ടേ ഉണ്ടാവുള്ളൂ. വെളുപ്പും കറുപ്പും കുണ്ടും കുഴിയും, നല്ലതും ചീത്തയും, അജ്ഞാനികൾ ജ്ഞാനികൾ രണ്ടും ഉണ്ടാവും. രണ്ടും സർവേശ്വര അങ്ങയുടെ സങ്കല്പമാണ്. അതുകൊണ്ട് അജ്ഞാനവും അധർമ്മവും കണ്ട പരിഭ്രമിക്കൊന്നും വേണ്ട സജ്ജനങ്ങൾ. നമ്മളങ്ങനെ ആവാതിരിക്കുക, അത്രയുള്ളൂ. അത് നടക്കും, അത് ലോകത്തിലുണ്ടാവും. അതാകുന്നതും ഭവാൻ, സൃഷ്ടികർത്താവും വിരിഞ്ചനാകുന്നതും അഷ്ടവസുക്കളിൽ അഷ്ടമനായതും. അഷ്ടവസുക്കളിൽ 8ാമത്തെ വസുവാണ് ഏറ്റവും പ്രധാനി. സൃഷ്ടികർമാവായിട്ടുള്ള ബ്രഹ്മാവും എല്ലാം സർവേശ്വര അങ്ങ് തന്നെ. പിന്നെ വിരാട് പുരുഷനായിട്ട് സ്തുതിച്ചു. ദിക്കുകളൊക്കെ ചെവിയാണ്, സൂര്യചന്ദ്രനൊക്കെ കണ്ണുകളാണ് എന്നൊക്കെ പറഞ്ഞ് പ്രപഞ്ചം മുഴുവൻ അങ്ങാണെന്നും പറഞ്ഞ് ദേവേന്ദ്രനും സ്തുതിച്ചു. സംക്രന്ദനൻ തദാരാമനെ നിർജ്ജരസംഖ്യേന സാർദ്ധം വണങ്ങി തുതിച്ചു. രാമചന്ദ്ര പ്രഭോ പാഹിമാം, പാഹിമാം രാമഭദ്രപ്രഭോ പാഹിമാം, പാഹിമാം. ഞങ്ങളെ രക്ഷിപ്പതിന് മറ്റാരുള്ളതിങ്ങനെ കാരുണ്യ പീയൂഷവാരിധേ. എന്തൊക്കെ ഒരു അക്രമങ്ങളാണ് രാവണൻ ചെയ്തത്. അവൻ്റെ അഹങ്കാരത്തിന് വല്ല കണക്കുണ്ടോ സർവേശ്വര? അങ്ങേക്കല്ലാണ്ട് ആർക്കാണ് അവനെ കൊല്ലാൻ പറ്റുക? മനുഷ്യനെ കൊണ്ട് മാത്രമേ മരണമുള്ളൂ. ദേവഗന്ധർവ സിദ്ധാദികളാൽ ഒന്നും കൊല്ലപ്പെടാൻ പറ്റാത്ത അവന് സാധാരണ മനുഷ്യനുണ്ടോ കൊല്ലാൻ പറ്റണു? അതുകൊണ്ട് സർവേശ്വര അങ്ങ് ഇവിടെ അവതരിച്ചു. അങ്ങനെ വലിയൊരു അനർത്ഥം ഈ ലോകത്തിന് തീർത്തു കൊടുത്തു. ഇനി അവൻ ജീവിച്ചാൽ എന്താവും കഥ? സർവേശ്വര നിൻ തിരുവടി, നിൻ തിരു നാമാമൃതം ജപിച്ചിടുവാൻ സന്തതം തോന്നേണമെൻ പോറ്റി മാനസേ. അതിനും വേണം ഒരു യോഗം. പാപികൾക്ക് ഏറ്റവും പ്രയാസമായി തോന്നിടും പാടുവാൻ ഈ മന്ത്രം നാരായണ ജയ. സുഹൃതം ചെയ്ത ജീവൻ്റെ ആ മുമ്പിൽ എത്രേ നാമനാമം വരുള്ളൂ, അല്ലാത്തവർക്ക് വരില്ല. നിൻ ചരിതാമൃതം ചൊൽവാനും എപ്പോഴും എൻ ചെവി കൊണ്ട് കേൾപ്പാനും. കണ്ടോ, വീണ്ടും പറയണം. ആ കഥ കേൾക്കാനും ഉള്ള തോന്നലുണ്ടാവുക, പറയാൻ ഉള്ള തോന്നലുണ്ടാവുക. ഇതെല്ലാം ദിവ്യങ്ങളായ തോന്നലുകളാണ്, ഈശ്വര സങ്കല്പത്താൽ ഉണ്ടാവുന്നതാണ്. ചിലർ പറയാനുണ്ടാവണം, അത് കേൾക്കണം എന്ന് ചിലർക്ക് തോന്നുന്നു. കുറച്ച് സമയം നമ്മുടെ ജീവന് ആശ്വാസം കൊടുക്കണം അത് തോന്നുന്നവർ എന്ത് ചെയ്യുക? രാമകഥാമൃതത്തിന് തുല്യമായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല, എന്തുമില്ല. യോഗമൂർത്തേ ജനകാത്മജാമല്ലഭ ശ്രീ മഹാദേവനും നിൻ തിരുനാമങ്ങൾ രാമരാമേതി ജപിക്കുന്നിതന്വഹം. സംഹാരകർത്താവായിട്ടുള്ള ശിവനെ ആശ്രയമാണ് രാമനാമം എന്നാണ്. അപ്പം അതിൻ്റെ മാഹാത്മ്യം എത്രയും ഉണ്ടാവണം. ഹരേ രാമ 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 എന്ന മന്ത്രം ജപിച്ച് ശീലമാക്കുക. നാവുമ്പിൽ അവന് യാതൊരു ദുരിതങ്ങളും ഉണ്ടാവില്ല. അപ്പം പറഞ്ഞു, ദേവേന്ദ്രനോട് ഭഗവാൻ പറഞ്ഞു, മൃത്യുഭവിച്ച കപികുല വീരരെ അത്തൽ കളഞ്ഞ് ജീവിപ്പിക്കുകയും വേണം. ഒരാഗ്രഹമുണ്ട്. മരിച്ച അനരന്മാർ, ഒറ്റ അനരന്മാർ മരിക്കാൻ പാടില്ല. എന്നെ സഹായിച്ച യുദ്ധത്തിൽ അവർ മരിക്കാൻ പാടില്ല, ജീവിപ്പിക്കുകയും വേണം.
പക്വബലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോഴൊക്കെ മധുരമായി ചമച്ചിടുക. നല്ല പഴങ്ങളൊക്കെ മധുരമുള്ളതാക്കി തീർക്കുക. പാലൊക്കെ നദി തേനായിട്ട് ഒഴുകട്ടെ. ഭഗവാന്റെ കൽപ്പനയാണ്, മനുഷ്യനല്ലാതെ ഭാവം മാത്രമേ മനുഷ്യനുള്ളൂ. എല്ലാം അരുൾ ചെയ്തവണ്ണം വരികെന്നു ഇന്ദ്രൻ അനുഗ്രഹിച്ചിടിനാൻ. പിന്നെ അതിൽ അപ്പീലുണ്ടോ? സുപ്രീം കോടതി പറഞ്ഞാൽ പിന്നെ അതിൽ അപ്പീലില്ല. അതുവരെ അപ്പീലൊക്കെ ഉണ്ടോ? അപ്പോൾ അതൊക്കെ അതേപോലെ ചെയ്തു. നിന്നുടെ താതൻ ദശരഥൻ വന്നിതാ നിന്ന് വിമാനമർന്നു നിന്നെ കാണാൻ. മരിച്ചാൽ അതോടുകൂടി എല്ലാം കഴിഞ്ഞു എന്നല്ല നമ്മുടെ വിശ്വാസം. ആ ആത്മാവ് ശരീരമെടുത്ത് വരിക എന്നുള്ളത് ഒരു സങ്കല്പമായിരിക്കാം, അല്ലെങ്കിൽ ചിലരുടെ തോന്നലായിരിക്കാം. ആ ദശരഥൻ തൻ്റെ പുത്രനെ കാണാൻ വന്നിരിക്കുകയാണ്. രാവണവധം കഴിഞ്ഞ് വിജയശ്രീലാളിതനായി അയോധ്യയിലേക്ക് പോകാൻ നിൽക്കുന്ന തൻ്റെ പുത്രനെ അതാ കണ്ടുവോ, ദശരഥൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ആത്മാവുകളൊക്കെ നമ്മൾ ഉണ്ടാവും എന്നാണ് പറയണത്. എല്ലാവരും ജനകനെ വന്ദിച്ചു. വൈദേഹിതാനും സുമിത്രാതനയനും ആദരവോട് വന്ദിച്ചു ജനകനെ. അച്ഛൻ നർത്തം ജനകൻ ഗാഢപുണർന്നു നെറുകയിൽ ചുംബിച്ചു ഗൂഢനായ ഒരു പരമപുരുഷനെ. സൗമിത്രി തന്നെയും മൈഥിലി തന്നെയും പ്രേമപൂർണ്ണം പുണർന്ന ആനന്ദമഗ്നനായി. എൻ മകനായി പിറന്ന ഭവാനെ ഞാൻ നിർമ്മലമൂർത്തയെ ധരിച്ചതിന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നതു. എൻ്റെ മരണത്തെക്കുറിച്ച് ആർക്കും ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ പുത്രൻ ഈശ്വരനായി വന്നത് എൻ്റെ മഹാഭാഗ്യം. അതുകൊണ്ട് എനിക്ക് എല്ലാ ജന്മമരണങ്ങളും അവസാനിച്ചിരിക്കുന്നു. ആരും എന്നെക്കുറിച്ച് ദുഃഖിക്കേണ്ട. ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നതു. നീ മരിക്കില്ല, ജനിച്ചാലല്ലേ മരിക്കുള്ളൂ. ജന്മമരണത്തിൻ്റെ അതീതമായി അവസ്ഥയിലേക്ക് ഞാനിതാ ആയിരിക്കുന്നു. നിൻ മഹാമായ മോഹിപ്പിക്കായക എന്നെയും കൽമഷനാശന കാരുണ്യവാരിധേ. അങ്ങയുടെ മായ എന്നെ വിളയ്ക്ക് അങ്ങായി. പുത്രനൊക്കെ പോയി. ഈശ്വര, ആ മായ എന്നെ ഒരിക്കലും ബാധിക്കാൻ പാടില്ല. പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ ഈശ്വരനെ മറന്ന് ജീവിക്കാനായിട്ട് പാടില്ല. താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാമോദേന പോവാൻ അനുവദിച്ചിടിനാൻ. ശരി എന്നും പറഞ്ഞ യാത്ര അയച്ചു. അമരാവതിയായിട്ടുള്ള ഇന്ദ്രപുരിയിലേക്ക് പോവുകയും ചെയ്തു ദശരഥൻ. ആ ആത്മാവോടെ വരിക എന്നുള്ളൊരു പ്രതീതി അവിടെ ഉണ്ടായി. സത്യസന്ധൻ തൻ്റെ വന്ദിച്ചനുജ്ഞയാ സത്യലോകം ചെന്ന് ബുക്കു വിരിഞ്ചനും എല്ലാവരും അവരവരുടെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. ശ്രീരാമചന്ദ്ര നിയോഗേന പോയതു നാരദ നാദി മഹാമുനി വൃന്ദവും പുഷ്കരനേത്രനെ വാഴ്ത്തി നിരാകുലം പുഷ്കരചാരികളും നടന്നിടിനാൻ. ദേവന്മാരൊക്കെ ഭഗവാനെ വാഴ്ത്തി പുകഴ്ത്തി അവരവരുടെ സ്ഥലത്തേക്ക് യാത്രയായി. ഇനി പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്കുള്ള യാത്ര. സുന്ദരമായ സന്തോഷകരമായിട്ടൊരു യാത്ര. പ്രശ്നങ്ങളൊക്കെ തീർന്നു. ശത്രു വധിക്കപ്പെട്ടു. പത്നിയായിട്ടുള്ള പ്രിയ പത്നിയോട് കൂടിയിട്ട്, പത്നിക്ക് പ്രിയ ഭർത്താവിനോട് കൂടിയിട്ട് നല്ല ഒരു യാത്ര. വിമാനത്തിൽ തന്നെ ആവട്ടെ, കാറും റോഡൊക്കെ വിട്ടിരിക്കണു. പുഷ്പക വിമാനമുണ്ട് അവിടെ. അതിലുള്ള യാത്രയാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോണത്. തുടർന്ന് രാമരാജ്യഫലത്തോട് കൂടിയിട്ട് നമ്മുടെ രാമായണ യജ്ഞം 2 ദിവസത്തിനുള്ളിൽ കഴിയും. കർക്കിടക 31 അവസാനിക്കണല്ലോ. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീ അരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്രധരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം നേതത്യ രാമായണം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.